ബിഗ് ബോസ് സീസൺ 6 ലൈവിലേക്ക് പോകുന്ന സമയത്ത് പ്രധാന കളികൾക്ക് മുൻപ് ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആംബിയൻസ് ഇന്ന് രാവിലെ ഹൗസിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ ചില ആളുകൾ അമിതാവേശത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ന് അവരെല്ലാ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിടാതെ അകത്തേക്ക് പല ആളുകളും എത്തിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ, കുറുക്കിക്കൊള്ളുന്ന വിമർശനങ്ങൾ മുഖത്ത് നോക്കി എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആ ഒരു പോസിറ്റീവ് ആംബിയൻസ് അവിടെയുള്ളത് ഗെയിം കളിക്കാൻ വന്നവരാണ് തങ്ങൾ എന്ന തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ്. അതിൽ എടുത്തു പറയേണ്ട ചില ആളുകളുണ്ട്. നോറ മുന്നേ അത്രയധികം ആളുകളുടെ വിമർശനങ്ങൾ ഇല്ലായിരുന്ന സമയത്ത് കരഞ്ഞു മെഴുകിയ നോറ ഇപ്പോൾ ഗെയിം പ്ലാൻ ചെയ്യുകയാണ്, ടീം ബിൽഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. എത്രയധികം വിമർശനങ്ങൾ വന്നിട്ടും നോറ ഇരുന്ന് ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിയാണ്, പൂജയുമായിട്ട് ചെറിയ രീതിയിൽ ഇടറി സംസാരിച്ചു, ഒന്ന് കരഞ്ഞു. എന്നാലും പിന്നീട് ഗെയിം പ്ലാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നോറ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു നൈസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. അതേപോലെ നോറ ഇന്നലെ ഒരു കിഡിലൻ പോയിന്റ് പറഞ്ഞിരുന്നു. ഗബ്രിയെ പവർ ടീമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു. ഫെയർ ഓർ അൺഫെയർ ഗെയിമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ മനുഷ്യത്വം, അതേപോലെ തന്നെ ക്രൈംസ് ചെയ്തതിൻ്റെ കണക്കൊന്നും അവർ നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ലായിരിക്കും. അതേപോലെ നമ്മുടെ റസ്മിനൊക്കെ അതിനെ ന്യായീകരിക്കുന്നത് കണ്ടില്ലേ. ജിൻഡോ ആൻഡ് ഗബ്രി ചെയ്ത ക്രൈമൊക്കെ എടുത്ത് ത്രാസിൽ വെച്ച് തൂക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയുടെ തട്ട് താണിരിക്കും. അതുകൊണ്ട് ഗബ്രിയാണ് ബെറ്റർ. അതാണ് അവരുടെ അപ്രോച്ച്. എന്നാലും അവർ ഇന്നലെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ജിൻഡോയെ ഇടുന്ന സമയത്ത് പുറമെ ഒന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും കുറച്ച് ഫെയർ ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യായിരുന്നു. കാരണം ജിൻഡോയെയും ഗബ്രിയും ഒരേ രീതിയിൽ ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്ത ആളുകളാണ്. രണ്ടുപേരെയും ഒരേ രീതിയിൽ പുറത്തുവിട്ട ആളുകളാണ്. അപ്പോൾ ആ ഒരു കാരണം ജിൻഡോയ്ക്കെതിരെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ഡബിൾ സ്റ്റാൻഡ് നോറ ആരോപിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റും പറയാനില്ല. ഒറ്റ ദിവസം കൊണ്ട് നോറയ്ക്ക് വലിയ സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അധികം ആളുകൾ പറഞ്ഞു കേട്ടില്ല. അൻസിബയുടെ ഗെയിമിനെ കുറിച്ചിട്ട് എനിക്ക് പറയണമെന്ന് തോന്നി. അൻസിബെ 2 ദിവസമായുള്ളൂ കണ്ടസ്റ്റൻസ് മനസ്സിലാക്കിയിട്ട്. വലിയ ഗെയിമേഴ്സാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരും ഈ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ സമയത്താണ് അൻസിബയെ മനസ്സിലാക്കിയത്. വൈൽഡ് കാർഡുകൾ പറഞ്ഞ സമയത്താണ് കൂടുതൽ മനസ്സിലാക്കിയത്. എന്നാലും അൻസിബ ഇത്രയധികം കേട്ടിട്ടും അൻസിബയുടെ ആ ഒരു മനോവീര്യം തകർന്നിട്ടില്ല. അൻസിബയും ഗെയിമിനെ ഗെയിമായിട്ട് നോക്കിക്കണ്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇന്നലെ അത്രയധികം ആളുകൾ ഉച്ച തൊട്ട് വൈകിട്ട് വരെ പല വേദികളിലായിട്ട് അൻസിബയ്ക്കെതിരെ പറഞ്ഞിട്ടും അൻസിബ പതറാതെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഋഷിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ഋഷിക്കെതിരെ എന്തെങ്കിലും വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊട്ടിത്തെറിക്കുന്ന ഒരു ഋഷിയെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്നലേക്ക് ആയപ്പോഴത്തേന് ഈ വൈൽഡ് കാർഡുകൾ വന്നപ്പോഴത്തേന് ഈ ഗെയിം എന്താണ് എന്നുള്ളത് അവർ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനോടൊപ്പം കാര്യമായി മാറ്റങ്ങൾ വന്നത് പവർ ടീമിനോടുള്ള അപ്രോച്ചിലാണ്. ഇന്ന് രാവിലെ പവർ ടീമുകാർ കൂട്ടായിട്ടിരുന്ന ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ജാസ്മിൻ്റെ ഒരു ഒറ്റ പ്ലാനിങ്ങിലാണ് പവർ ടീം ഇങ്ങനെ സെറ്റ് ആവുന്നത്. ആ ഒരു കളി ബിഗ് ബോസിൻ്റെ കളിക്ക് വിരുദ്ധമാണ് എന്ന് ബിഗ് ബോസിന് തോന്നിയതുകൊണ്ടായിരിക്കാം ഈ പവർ ടീമിൻ്റെ റൂമിൽ ക്യാപ്റ്റന് ഇടം കൊടുക്കാതെ ഇരുന്നത്. അപ്പോൾ അത് ഒരു നല്ല മൂവായി പോയി. ഇപ്പോൾ കളി മാറാൻ സാധ്യതയുണ്ട്. അതേപോലെ ജാസ്മിന് ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നു വേണ്ടിയിരുന്നതും അതായിരുന്നിരിക്കണം. ഈ ഗബ്രിയുടെ അടുത്ത് സായി ഒരു മൈൻഡ് ഗെയിം ഇറക്കുന്നുണ്ട്. പല ആൾക്കാരും ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഗബ്രി അതേപോലെ തന്നെ ജാസ്മിൻ അവരുടെ ആ ഒരു കോംബോ ഭയങ്കര പവർഫുള്ളാണ്. ഇത് പവർഫുള്ളാണ് എന്ന് പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യാതെ കളിക്കാൻ പറ്റില്ല എന്ന ടോണിലാണ് പല ആൾക്കാരും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലാണ് ഗബ്രി ആ ഒരു കാര്യത്തെ എടുക്കുന്നത്. ഗബ്രി അത് സമ്മതിക്കുകയാണ്. ഗബ്രി അത് സമ്മതിക്കുന്നത് പോരാഞ്ഞിട്ട് ജാസ്മിനെ ഇപ്പോൾ വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ജാസ്മിൻ ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഏജിനെ കുറിച്ചിട്ട്, ജാസ്മിൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട്, അതേപോലെ വിവാഹം ഉറപ്പിച്ച കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ വീണ്ടും പറയുന്നുണ്ട്. അനിയനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, സ്കൂളിൽ പോകുന്ന അനിയനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നാലും ഗബ്രി ഭയങ്കര ഇമോഷണലായിട്ട് പിടിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വൈൽഡ് കാർഡുകൾ കളിച്ച കളിയിൽ ഗബ്രി ശരിക്കും വീണത് വേറൊരു രീതിയിലാണ്. ഇവളെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നാലേ കളിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയിലേക്ക് പുള്ളി എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ജാസ്മിന് വലിയൊരു ബാധ്യതയാണ്. പുറമെ താൻ കളി മാറ്റില്ല എന്ന് അഭിനയിക്കുന്നുണ്ട്. സീക്രട്ട് ഏജൻറ്റ് കള്ളം പറഞ്ഞാണ് എന്നുള്ള ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതോ ഉമ്മ വയ്ക്കുന്നതോ കയ്യിൽ പിടിക്കുന്നതോ പ്രശ്നമാണോ എന്ന കാര്യവും നമ്മളോട് ചോദിക്കുന്നുണ്ട്. തൻ്റെ വീട്ടുകാർ തന്നെ അവിശ്വസിക്കുമോ എന്നുള്ളൊരു ചോദ്യം വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട്. അതേപോലെ താനുമായി വിവാഹം ഉറപ്പിച്ച ഒരാൾ അങ്ങനെ ചെയ്യില്ല എന്ന് അദ്ദേഹം അവിടെ നിന്ന് പറയുന്നുണ്ട്. ജാസ്മിൻ ഒരു മികച്ച ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഗബ്രിയിൽ നിന്നിട്ട് മാറാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും. പല കാര്യങ്ങളിലും വളരെ ഫെയർ ആയിട്ട് ഡിസിഷൻ എടുത്ത് പല കാര്യങ്ങളിലും ഇടപെട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നോട്ടേക്ക് പോകുന്ന ജാസ്മിനാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെ പ്രേക്ഷകരെ കുറിച്ചിട്ടും പുറത്തുള്ള ആളുകളെ കുറിച്ചിട്ടും
നമുക്കൊട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജാസ്മിൻ പറയും. അവരങ്ങനെ വിചാരിക്കും, ഇവരങ്ങനെ വിചാരിക്കുമോ? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഗബ്രിയാണ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം കാര്യം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ എല്ലാ ആൾക്കാരും മനസ്സിലാക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണെന്ന് അവർ പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കേണ്ടതാണ്. പക്ഷേ ഇത് പുറത്ത് എങ്ങനെയാണ് ആളുകൾ ജഡ്ജ് ചെയ്യുന്നത് എന്ന് രണ്ടാളുകൾക്കും മനസ്സിലാവും, അല്ലെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും മനസ്സിലാവും. അപ്പോൾ ജാസ്മിൻ്റെ ഈ ഒരു അവസ്ഥ ഗബ്രിക്ക് മനസ്സിലാവുന്ന സമയത്ത് ഗബ്രി അതിനകത്ത് കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി കാണിക്കണമെന്ന് എനിക്ക് തോന്നി, അല്ലെങ്കിൽ അത് ജാസ്മിൻ്റെ ഗെയിമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഈ ലൈവ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി, കാരണം സിബിൻ കുറച്ചും കൂടെ എല്ലാവരെയും തമ്മിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പൂജ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ അദ്ദേഹം കിച്ചൺ ടീമിലുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ടെൻഷൻ വരുന്ന സമയത്ത്, തല കറങ്ങുന്ന സമയത്തൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആളുകളുമായിട്ട് സിങ്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആളുകളുമായി സിങ്ക് ആവുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പുറത്തു നിന്ന് അമിത ആവേശത്തിൽ വൈൽഡ് കാർഡായിട്ട് വരുന്ന ആളുകൾക്ക് പല പ്ലാനുകളുണ്ടാവും. അത് ആദ്യ ദിനം തന്നെ ഇറക്കുന്ന ആൾക്കാരുണ്ട്, ആദ്യം ദിനം തന്നെ ഇറക്കാത്ത ആൾക്കാരുണ്ട്. ആദ്യം ദിനം തന്നെ ഇറക്കുന്ന ആൾക്കാരെ നമുക്ക് വലിയ ഒരു ഇതായിട്ട് നോക്കി കാണേണ്ട ആവശ്യമില്ല, കാരണം അവർ വരും ദിവസങ്ങളിൽ എൻ്റയർലി ഓപ്പോസിറ്റായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ മോർണിംഗിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ നമ്മൾ അകത്തുള്ള ഗെയിമിനെ നോക്കി കാണണം. ഒരു ദിവസം വന്ന ആളുകൾക്ക് കൊടുത്തിരിക്കുന്നു, അപ്പോൾ അവർ ജെന്യുവിനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. വന്ന പ്ലാനുകളൊക്കെ പെട്ടെന്ന് തീർന്നു പോകും. അങ്ങനെ തീർന്നു പോയ പല വൈൽഡ് കാർഡുകളെയും ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് സായിയൊക്കെ എല്ലാ സാധനവും ഇന്നലെ എടുത്ത് അടിച്ച പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. നന്ദി.